ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് 4 മാർക്ക് കിട്ടുന്ന ഒരു സിമ്പിൾ ഭാഗമാണ് ഇക്വേഷൻ ഓഫ് എ ട്രാവലിംഗ് വേവ്. അപ്പോൾ എന്താ ട്രാവലിംഗ് വേവ് നിങ്ങൾ പഠിച്ചതാണല്ലേ? വേവ്സ് എന്ന ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് വരുന്ന സാധനമാണ് എന്ത് ട്രാവലിംഗ് വേവ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ജനറൽ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ തന്നെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ഭാഗമാണ് ആ ജനറൽ ഇക്വേഷൻ ഓഫ് എ ട്രാവലിംഗ് വേവ് അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ട്രാവലിംഗ് വേവിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ട്രാവലിംഗ് വേവ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡൗട്ടില്ലല്ലോ? നോക്കിയടാ, ശ്രദ്ധിച്ചേ. നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. ഇക്വേഷൻ എന്താ? ജനറൽ ഇക്വേഷൻ എന്താ? y is equal to a sin kx minus omega t plus phi അല്ലേ? എന്താണ് നമ്മൾ ടേം? എന്താടാ? y is equal to a sin kx minus omega t plus phi. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ഓരോന്ന് എന്താന്ന് എഴുതണല്ലേ. എന്താ നമ്മളിപ്പോൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ. എന്താണ് നമ്മൾ നോക്കേണ്ട കാര്യം? എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ. ഓരോ ടൈമിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവും എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി ഓരോ ടേംസ് പറയട്ടെ സാറ്. ഓക്കെ, ശ്രദ്ധിച്ചോ. നമ്മൾ ഓരോ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. റെഡി? ഇനി എന്താണ് എ എന്ന് പറഞ്ഞാൽ? എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെന്റിന്റെ മാക്സിമം വാല്യൂനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. റെഡി? ഇനി നമുക്ക് സൈൻ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയടാ, കെ എക്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്, ഒമേഗ ടി ഉണ്ട്, ഫൈ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈ എന്താന്ന് പറയാം? എന്താ ഫൈ എന്ന് പറഞ്ഞാൽ? ഫൈ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആംഗിൾ ആണ് അല്ലേ. റെഡി? ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആംഗിൾ തീറ്റ, പല ആംഗിളിൽ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് തരാം. റെഡി ആണല്ലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേസ്. ഇനി ഇവിടെ കെ എക്സ് മൈനസ് ഒമേഗ ടി. ഈ മൈനസിന്റെ അർത്ഥം എന്താടാ? മൈനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അതെന്താണ്? പോസിറ്റീവ് ആക്സിസിലാണ്. ഓക്കെ, മൈനസ് കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? പോസിറ്റീവ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് കണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നെഗറ്റീവ് ആക്സിസ്. അപ്പോൾ റെഡി ആണല്ലോ? എന്താണ്? ഇവിടെ ഓൾറെഡി എന്താ? മൈനസ് ആണ് അല്ലേ. മൈനസ് ആണെങ്കിൽ പോസിറ്റീവ് ആക്സിസ്, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്സിസ്. ആ രൂപത്തിൽ ഓപ്പോസിറ്റ് കാര്യം എന്ത് ചെയ്യുക? ഓർത്തേക്ക്. റെഡി അല്ലേ? വലിയ പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് എന്താ? ഒന്ന് കെ എക്സും രണ്ട് ഒമേഗ ടിയും അല്ലേ. റെഡി അല്ലേ? ഓക്കെ, നമ്മൾ രണ്ട് ടേംസ് പറയണം. ഒന്ന് കെ എക്സും രണ്ടെന്താ? ഒമേഗ ടി. ഇനി നമുക്ക് ഈ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നുള്ളത് ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞാലും രണ്ടും എക്സാക്ട്ലി എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് ഈ എക്സ് ഡിനോട്ട് ചെയ്യണത്? ഈ എക്സ് ഡിനോട്ട് ചെയ്യണത് ഏത് ആക്സിസിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണം? ഇവിടെ ഏത് ആക്സിസിലാണ്? ഇവിടെ എക്സ് ആക്സിസിലാണ്. ഇനി കെ സെഡ് ആണെങ്കിൽ അത് എന്തിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? സെഡ് ആക്സിസിലാണ്. ഓക്കെ, ഇനി എന്താണ് കെ? കെ എന്ന് പറയുന്ന പേരാണ് ആംഗുലാർ വേവ് നമ്പർ. എന്താടാ? ആംഗുലാർ വേവ് നമ്പർ. ഇങ്ങനെ ആംഗുലാർ വേവ് നമ്പറിന്റെ ഇക്വേഷൻ എന്താ? ആംഗുലാർ വേവ് നമ്പറിന്റെ ഇക്വേഷൻ കെ ഇസ് ഈക്വൽ ടു 2π/λ. വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. എന്താ? കെ ഇസ് ഈക്വൽ ടു എന്താടാ? 2π/λ. ഇനി വാട്ട് ഈസ് ഒമേഗ ടി അല്ലേ? ഇപ്പോൾ ഒമേഗ ടിയിലേക്ക് പോകുമ്പോൾ ടി എന്താ? ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടൈമാണ്. അതാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് ടൈം അല്ലേ. എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ടൈം. ഇനി ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി നമുക്ക് അറിയുന്ന ടേം ആണെന്ത്? ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t, ദാറ്റ് ഇസ് ഈക്വൽ ടു 2πf അല്ലെങ്കിൽ 2πν. വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് കേസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് എക്സാമിന് വരിക? ആ എക്സാമിന് വരിക എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ തരും, ഒരു ക്വസ്റ്റ്യൻ തരും. അതിൽ നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് എഴുതുക. അത്രേ പണിയുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു നോക്കുക. ശ്രദ്ധിച്ചോ, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, y is equal to 10 sin 25x minus 2πt plus π/3. അപ്പോൾ ഇതേപോലെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ തരാം. ഓക്കെ, ജസ്റ്റ് ഒരു സാമ്പിൾ കണ്ടീഷനാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മളോട് ചോദിക്കും എന്താ ആംപ്ലിറ്റ്യൂഡ്, എന്താ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എ ടൈം, അല്ലെങ്കിൽ എന്താണ് വേവ് ലെങ്ത്, എന്താണ് വേവ് നമ്പർ, അല്ലെങ്കിൽ എന്താണ് ആംഗുലർ ഫ്രീക്വൻസി, എന്താണ് ടൈം പീരീഡ്, എന്താണ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ എന്താണ് ഇനീഷ്യൽ ഫേസ്. അതൊക്കെ സിമ്പിളാണ്. ജസ്റ്റ് കമ്പയർ ചെയ്യുക. y is equal to a sin kx minus omega t plus phi. അത് വെച്ച് കമ്പയർ ചെയ്താൽ മതി. ഇനി എങ്ങനെയാ കെ കണ്ടുപിടിക്കുക? കെ കമ്പയർ ചെയ്താൽ മതി. എങ്ങനെയാ ലാംഡ കണ്ടുപിടിക്കുക? ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? 2π/k ആണ് അല്ലേ. അതായത് കെയും ലാംഡയും ഓപ്പോസിറ്റ് ചെയ്യുക. അതായത് ടൈം പീരീഡ് എന്താ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π/ω ആണ്. റെഡി ആണല്ലോ? ഇനി ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1/ടൈം പീരീഡ്. ഈ രൂപത്തിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ. അപ്പോൾ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് എന്താ? ആംപ്ലിറ്റ്യൂഡ് 10 ആണ്. ഇനി കെയുടെ വാല്യൂ എന്താ? 25 ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? 2π ആണ്. ഫൈ എന്താണ്? π/3 ആണ്. ഇനി ഇത് പോകുന്നത് ഏത് ഡയറക്ഷനിലാണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഏത് ഡയറക്ഷൻ? എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ ഡയറക്ഷൻ. റെഡി ആണല്ലോ? സിമ്പിൾ ആണല്ലോ? ഓക്കെ, താങ്ക് യു.